بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, നമ്മൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇൻഫിത്താറാണെന്ന് പഠിക്കുന്നത്. ഈ സൂറത്തിൻ്റെ ഒരു ഫദ്ല് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇമാം തിർമിദിയും ഇമാം അഹ്മദും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. മൻ സർറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമത്തി കഅന്നഹു റഅയു ഐൻ, പരലോകം ഖിയാമത്ത് നാൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ആർക്കാണോ കാണേണ്ടത് ഫല്യഖറ, അവൻ ഈ സൂറത്തുകൾ ഓതിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 സൂറത്തുകൾ പറഞ്ഞു കൊടുത്തു. ഏതൊക്കെയായിരുന്നു 3 സൂറത്തുകൾ? ഇദ ശംസു കുവിറത്ത്, വഇദ സമാഉ ഇൻഫതറത്ത്, വഇദ അസ്സമാഉ ഇൻഷഖത്ത്. ഈ 3 സൂറത്തുകൾ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ സൂറത്തിൻ്റെ മഖ്സദ്, ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് എന്നത്. ഒക്കെ ഉണ്ടല്ലേ നമുക്ക് ഓഫാക്കണം. അപ്പോൾ ഈ 3 സൂറത്തുകൾ 3ൻ്റെയും അടിസ്ഥാന ലക്ഷ്യം ഒന്നാണ്. ഖിയാമത്ത് നാൾ എങ്ങനെയായിരിക്കുമെന്ന് വിശദീകരിക്കുക, വർണ്ണിക്കുക. അതിൽ രണ്ടാമത്തെ സൂറത്താണ് ഇദ സമാഉ ഇൻഫതറത്ത്. അതുപോലെ തന്നെ ഈ സൂറത്തിനെ കുറിച്ച് പ്രത്യേകം വേറൊരു ഹദീസ് കാണാം. ഇമാം നസായിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സഹിഹാക്കിയിട്ടൊരു ഹദീസിൽ കാണാം. ആ ഹദീസിൻ്റെ അസ്ല്, അതിൻ്റെ ആ കഥയുടെ പ്രധാന ഭാഗം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇമാമായി നമസ്കരിക്കുകയും ഇശാ നമസ്കാരത്തിൽ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തു. ഒരു സ്വഹാബി നമസ്കാരം ഉപേക്ഷിച്ചു പോയി, കൈയച്ചിട്ട് പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യപ്പെട്ടു. അഫത്താനുൻ അൻത യാ മുആദ്, നീ കുഴപ്പമുണ്ടാക്കുകയാണോ, ഫിത്നക്കാരനാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ചോദിച്ചു. എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? ഈ വ്യക്തി, അദ്ദേഹം കന്നുകാലികളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കന്നുകാലികളൊക്കെ വീട്ടിൽ കയറ്റാൻ, അതിൻ്റെ ആലയിലേക്ക് കയറ്റാനുള്ള സമയമായിട്ടുണ്ട്. ഇശാ കഴിഞ്ഞ് അതിനെ തിരിച്ചു കൊണ്ടുവരേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമസ്കാരം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു, ദീർഘമായി നമസ്കരിച്ചപ്പോൾ. അങ്ങനെ ഒരാൾ നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ട അവസ്ഥ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതാണ് ഫിത്ന. അപ്പോൾ ആളുകളെ ജമാഅത്തിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണം ഇമാം കൂടുതൽ. അവരുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ, അല്ലെങ്കിൽ നമസ്കാരം ദീർഘിപ്പിക്കുകയൊക്കെ ആണെങ്കിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. അല്ലെ, ചില ആളുകൾ, ഇമാമിങ്ങൾ, അവരുടെ പിന്നിൽ നമസ്കരിക്കുന്ന ആളുകളെ പള്ളിയിൽ നിന്നും നമസ്കാരത്തിൽ നമുക്ക് അകറ്റുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് കാണാം. ഈ അടുത്തൊരാൾ പറഞ്ഞത് കേട്ടു, നേരിട്ട് ഉണ്ടായൊരനുഭവം. ഒരാൾ സൊഫിൽ നമസ്കാരത്തിൽ ഇരുന്ന് നമസ്കരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? സൊഫിൽ കസേരയുടെ ബാക്കിലെ കാല് നമസ്കരിക്കുന്ന ആളുകളുടെ കാലിൻ്റെ ചേർത്ത് വെക്കണം. കാരണം കസേരൻ്റെ അയാളെ കാല് സ്വന്തം കാലായ പോലെയാണ് പൂർണ്ണമായിട്ട് ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ. പക്ഷേ ഇയാൾ എന്ത് ചെയ്ത്, ഇയാൾ പിന്നിലേക്ക് ഇട്ടു. അയാളുടെ സ്വന്തം കാല് അയാൾ സൊഫിൽ വെച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? സൊഫ് മുറിയും. ബാക്കിലെ സൊഫിൽ ആൾക്ക് സുജൂദ് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഇമാമ് നസീഹത്ത് കൊടുത്ത് അദ്ദേഹത്തെ ഉപദേശിച്ചു, മുന്നോട്ട് നീക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് നീക്കും, പിന്നെയും നീക്കാൻ പറയും, പിന്നെയും നീക്കും. അങ്ങനെ ഈ കസേരൻ്റെ ബാക്കിലെ കാല് എത്തുന്നത് വരെ ഇമാം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇയാൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ഉദ്ദേശിക്കുന്നത് എന്താണ്. കാരണം ഈ വിഷയം അറിയാത്ത ഒരാളാണ്. അയാളോട് ഇങ്ങനെ മുന്നോട്ട് പറയാല്ലാതെ കാര്യം വിശദീകരിച്ച് കൊടുത്തിട്ടില്ല. അങ്ങനെ അവസാനം ദേഷ്യം പിടിച്ച് ഇയാൾ നിസ്കരിച്ചോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്ന്. നമസ്കാരം ഉപേക്ഷിച്ച്, ജമാഅത്ത് ഉപേക്ഷിച്ച് ഇയാൾ പോയി. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം ഈ വിഷയം അറിയുന്നവരല്ല ഇരുന്ന് നമസ്കരിക്കുന്ന അധികം ആളുകളും. ഒരാളോട് ഇങ്ങനെ മുന്നോട്ട് പറഞ്ഞ് ഒരു 3-4 പ്രാവശ്യം അയാൾ നീങ്ങുക, പിന്നെ അയാളുടെ മുന്നോട്ട് വരാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അയാൾ ചിലപ്പോൾ എഴുന്നേറ്റ് പോകും. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ ആളുകളെ അകറ്റാതിരിക്കാൻ ഇമാമിങ്ങൾ ശ്രദ്ധിക്കണം, ഇമാമ് നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. പിന്നെ വീട്ടിൽ നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ, മക്കളൊക്കെ കൂട്ടി നമസ്കരിക്കുകയാണെങ്കിൽ, അപ്പോൾ നമസ്കാരം അവരുടെ അവസ്ഥ മനസ്സിലാക്കി നമസ്കരിക്കുക. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീട്ടി നമസ്കരിക്കാം. എത്രത്തോളം എന്ന് വെച്ചാൽ ചില ഇമാമിങ്ങൾ പറഞ്ഞതായി കാണാം, മുൻഗാമികളെ വലിയ ഇമാമിങ്ങൾ, തറാവീഹ് നമസ്കാരത്തിൽ ആളുകളുടെ എണ്ണം കുറയുമെന്നുണ്ടെങ്കിൽ, ഓത്ത് കൂട്ടിയാൽ ആളുകളുടെ എണ്ണം കുറയുമെന്ന് തോന്നുകയാണെങ്കിൽ ഫൽയുസല്ലി ബിൽ ആയത്തി വൽ ആയത്തൈൻ, 1-2 ആയത്ത് ഓതി നമസ്കരിക്കട്ടെ. റക്കാത്തിൽ 2 ആയത്ത്,
അത്ര ഓതി നമസ്കരിച്ചാൽ കുറച്ച് ആൾ കൂടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഏറ്റവും നല്ലത് ഖൈറുൽ ഹദി ഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയാണ് ഏറ്റവും നല്ലത്, അതിൽ സംശയമില്ല. സുന്നത്താണ് ദീർഘമായി തറാവീഹ് നമസ്കരിക്കുക എന്നുള്ളത്, ഒരു ഖത്തമെങ്കിലും തീർക്കുക എന്നുള്ളത് അതൊരു അദ്നൽ കമാലാണ്, ഏറ്റവും മിനിമം വേണ്ട പൂർണ്ണതയാണ്. അതിനുവേണ്ടി ആളുകൾ തയ്യാറാക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷേ സാധിക്കുന്നില്ല, അവരുടെ വിവരക്കേട് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ തിരക്ക് കൊണ്ട്, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട്. ജോലി ചെയ്യുന്ന ആളുകളാണ്, രോഗികളുണ്ട് കൂട്ടത്തിൽ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ജമാഅത്തിൻ്റെ എണ്ണം കൂട്ടാനാണ് ശ്രമിക്കേണ്ടത്. ഓത്ത് നീട്ടുന്നതിനേക്കാളും പ്രാധാന്യം ജമാഅത്തിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. ചില ആളുകൾ ഇത് തീരെ മനസ്സിലാക്കാതെ ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്താണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന പോലെ ആയിരിക്കും പെരുമാറുന്നത്. അങ്ങനെ പെരുമാറിയിട്ട് പല അത്ഭുതങ്ങളും സംഭവിക്കാറുണ്ട്. ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു പള്ളിയിൽ തറാവീഹ് നമസ്കാരം അവർ അർദ്ധരാത്രിക്ക് ശേഷം മതി, അതാണ് ഏറ്റവും നല്ലത് എന്ന് തീരുമാനിച്ച് അങ്ങനെ രാത്രി 1 മണിക്ക് തറാവീഹ് നമസ്കരിക്കാൻ തീരുമാനിച്ചു. 1, 2, 3 ദിവസം നടന്നു. വളരെ നല്ല ആളുകൾ, സാലിഹ്യങ്ങളായ ആളുകൾ കുറേ ഉള്ള സ്ഥലമാണ്. പള്ളിയിൽ ജമാഅത്തിന് നല്ല ആളുകളുള്ള പള്ളിയാണ്. പക്ഷേ ഒരു ദിവസം ചെന്നപ്പോൾ പള്ളിയിൽ ആരുമില്ല, ഒരാൾ പോലുമില്ല. കാരണം അത് സാധിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇമാമിൻ്റെ ബാധ്യതയാണ് ജനങ്ങളെ അകറ്റാതിരിക്കുക എന്നുള്ളത്. ജമാഅത്തിൽ ആൾ കൂടുക എന്നുള്ളതാണ് ഇമാമിൻ്റെ ഉത്തരവാദിത്വം. എന്നാൽ എല്ലാ ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ളതുപോലെയുള്ള നമസ്കാരം അത് പഠിപ്പിച്ചു കൊടുക്കലും ഇമാമിൻ്റെ ബാധ്യതയാണ്. അത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ നമസ്കാരമാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അത് രണ്ടും തമ്മിലൊരു തആറുദ് വന്നാലോ, ഏതെങ്കിലും ഒന്ന് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ അവിടെ മുൻഗണന കൊടുക്കേണ്ടത് ജമാഅത്ത് നിലനിർത്തുക, ആളുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനോട് പറഞ്ഞു, അഫത്താനുൻ അൻത യാ മുആദ്. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് മറ്റൊരു കാര്യം മനസ്സിലാക്കാം. എന്താണ്? എല്ലാ സമയത്തും സൗമ്യത എന്നുള്ളത് ശരിയായ നിലപാടല്ല. ചില സമയത്ത് ദേഷ്യം പിടിക്കേണ്ടി വരും. അപ്പം എപ്പോഴാണ് ദേഷ്യം പിടിക്കുക? ദേഷ്യം പിടിക്കേണ്ടത് അതുകൊണ്ട് മഫ്സദത്ത് ഉണ്ടാവരുത്, അപകടമുണ്ടാവരുത്. ഇപ്പം മുആദ് ബിൻ ജബൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, വളരെയധികം ഇഷ്ടപ്പെട്ട ആളാണ്. ഇന്നി ല ഉഹിബ്ബുക യാ മുആദ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ആളാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോടാണ് ഈ ദേഷ്യം പിടിക്കുന്നത്, ആളുകളുടെ ഇടയിൽ വെച്ച്. അഫത്താൻ അൻത എന്ന് ചോദിച്ചത്. അതേസമയത്ത് പള്ളിയിൽ മൂത്രമൊഴിച്ച ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചിട്ടുമില്ല. അയാളോട് ദേഷ്യപ്പെട്ട സഹാബത്തിനെ അടക്കി നിർത്തുകയാണ് ചെയ്തത്. ദഊഹു, അയാളെ വെറുതെ വിടൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇതെന്ത് മനസ്സിലാക്കാം? ആ പള്ളിയിൽ മൂത്രമൊഴിച്ച ആൾ അറാബിയാണ്. അയാളുടെ ദേഷ്യം കാണിച്ചാൽ ചിലപ്പോൾ അയാൾ ദീൻ ഉപേക്ഷിച്ച് പോകും, മുർത്തദ്ദായി പോകും. എന്നാൽ മുആദ് ബിൻ ജബൽ എന്ന് പറയുന്നത് അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ആലിമാണ് മുആദ് ബിൻ ജബൽ. അദ്ദേഹം ഒരിക്കലും ഇൻഷാ അല്ലാഹ് മുർത്തദ്ദാവുകയില്ല. അപ്പോൾ സന്ദർഭവും സാഹചര്യവും നോക്കി ദേഷ്യം പിടിക്കേണ്ട സ്ഥലത്ത് ദേഷ്യം പിടിക്കണം, സൗമ്യത കാണിക്കേണ്ട സ്ഥലത്ത് സൗമ്യത കാണിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അധികവും സൗമ്യതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചിട്ടുള്ളത്. ശരി, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മുടെ പ്രസക്തമായ ഭാഗം എന്താണ് ഈ ഹദീസിൻ്റെ? സൂറത്തുൽ ബഖറയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഓതിയതെന്ന് ചില റിവായത്തുകൾ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ഐന അൻത അൻ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല വദ്ദുഹ വഇദ അസ്സമാഉ ഇൻഫതറത്. ഈ സൂറത്തുകളൊക്കെ ഓതിക്കൂടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്ന് ഇമാം നസായി ഉദ്ധരിച്ച റിവായത്തിൽ കാണാം. ഇത് ബുഖാരി മുസ്ലിമിലില്ല ഈ സൂറത്തുകളുടെ പേരുകൾ, പക്ഷേ മറ്റു റിവായത്തുകൾ ഇത് കൂടി കാണാം. അപ്പോൾ അതിൽ സൂറത്തുൽ ഇൻഫിത്താർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇശാ നമസ്കാരത്തിൽ ഓതുന്ന സുന്നത്താണ് ഈ സൂറത്തുകളൊക്കെ. ഈ സൂറത്തിൻ്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു, പരലോകത്തെക്കുറിച്ച് വിവരിക്കുക, വർണ്ണിക്കുക എന്നുള്ളതാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, സൂറത്തു തക്വീറും സൂറത്തുൽ ഇൻഫിത്താറും ഇത് രണ്ടും നോക്കിയാൽ രണ്ട് സഹോദരിമാരാണ്, ഉഖ്താനി എന്ന് പറഞ്ഞ് കാണാം ചില മുഫസ്സിരിങ്ങൾ. എന്നാൽ രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഖുർആൻ്റെ ഒരു അത്ഭുതമാണ്. ഖുർആനിൽ എന്തൊക്കെ സംഗതികൾ തമ്മിൽ സാമ്യമുണ്ടോ ആ രണ്ടിലും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവും. ഇപ്പോൾ ഒരു നബിയുടെ കഥ രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരുപോലെ തോന്നും, പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ വ്യത്യാസം കാണും. ഇപ്പോൾ ഈ രണ്ട് സൂറത്തും സഹോദരിമാരെന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ വ്യത്യാസവും ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്താണ് വ്യത്യാസം? നോക്കിയാൽ ഏകദേശം ഒരുപോലെയാണ്. പരലോകത്ത് അന്ത്യദിനത്തിൽ സംഭവിക്കാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും അമലുകൾ നമ്മൾ കണ്ടുമുട്ടും എന്നതിനെക്കുറിച്ചും സ്വർഗവും നരകവും ഇതൊക്കെയാണ് പറയുന്നത് സൂറത്തിൽ. പക്ഷേ രണ്ടും തമ്മിൽ അടിസ്ഥാനപരമായൊരു വ്യത്യാസമുണ്ട്. അതെന്താണ്? സൂറത്തു തക്വീർ കുറച്ച് ശക്തമായി താക്കീത് ചെയ്യുന്ന സൂറത്താണ്, പരലോകത്തെക്കുറിച്ച് ഗൗരവമായി പറയുന്ന സൂറത്താണ്, ഗൗരവം കുറച്ച് കൂടുതലാണ്. എന്നാൽ സൂറത്തുൽ ഇൻഫിത്താർ കുറച്ച് സൗമ്യമായിട്ടുള്ളൊരു ഗുണദോഷം, ഒരു ഉണർത്തലാണ്. കുറച്ച് സോഫ്റ്റായിട്ടാണ് സൂറത്തുൽ ഇൻഫിത്താർ ഉള്ളത്.
അത് ഇതിലെ വാക്കുകൾ നോക്കിയാൽ കാണാൻ പറ്റും. സൂറത്തിൻ്റെ പേര് തന്നെ തക്വീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദശംസു കുവ്വിറത്ത്, സൂര്യൻ അതിനെ ചുറ്റി പൊതിയുകയും അതിൻ്റെ വെളിച്ചം കെട്ടുപോവുകയും ചെയ്താൽ എന്നാണ്. അപ്പോൾ സൂര്യനെ ചുറ്റി പൊതിഞ്ഞ് അതിനെ ഞെരിക്കുക എന്നാണ് തക്വീർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു കാഠിന്യമുണ്ട്. എന്നാൽ ഇൻഫിത്താർ എന്ന് പറഞ്ഞാൽ പിളരുക എന്നാണ്. അത് അത്ര കാഠിന്യമില്ല. തക്വീർ എന്ന് പറയുന്നതിൽ അത്രയും കാഠിന്യമില്ല. ഇനി ഇതിൽ ഓരോ വാക്കുകൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ രണ്ടാമത്തെ ആയത്തിൽ ഇദൽ കവാകിബുൻ തസറത്ത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ എന്ന് പറഞ്ഞു. ഇപ്പുറത്ത് നക്ഷത്രങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? വൈദൻ നുജൂമു ഇൻകദറത്ത്. ഇൻകദറ എന്ന് പറഞ്ഞാൽ ശക്തമായി തെറിച്ച് വീഴുന്നതിനാണ് ഇൻകദറ എന്ന് പറയാം. അപ്പോൾ നമ്മൾ കുറേ കല്ല് കയ്യിലെടുത്തിട്ട് ശക്തിയായി അതിനെ എറിയുന്നതിന് ഇൻകദറ എന്ന് പറയാം. അപ്പോൾ അത് വീഴുന്ന ആ വീഴലിനാണ് ഇൻകദറത്ത് എന്ന് പറയാം. ഇൻതസറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വളരെ എന്താ പറയുക, ശക്തിയില്ലാതെ വെറുതെ ഇങ്ങനെ മേശപ്പുറത്ത് കുറേ കല്ല് ഇട്ടു, അതിനും ഇൻതസറ എന്ന് പറയും. ആ കല്ല് അവിടെ അങ്ങനെ ഉരുണ്ട് പോയി എന്നേ ഉള്ളൂ, ഇങ്ങനെ എറിയണമെന്നില്ല. അപ്പോൾ നക്ഷത്രങ്ങൾ വീണു എന്ന് മാത്രമേ ഇൻതസറ എന്നുള്ള വാക്കിനുള്ളൂ. സൂറത്തുൽ ഇൻഫിത്താറിൽ പറഞ്ഞ ഈ ആയത്തിന് അത്രേ അർത്ഥമുള്ളൂ. ഇൻകദറ എന്ന് പറഞ്ഞാൽ ശക്തിയായി വീഴണം. അതുപോലെ അടുത്ത ആയത്തിൽ കടലുകളെക്കുറിച്ച്, ഖിയാമത്ത് നാളിൽ കടലുകൾക്ക് വരുന്ന മാറ്റത്തെക്കുറിച്ച് 2 സൂറത്തിലും പറയുന്നുണ്ട്. തക്വീറിൽ എന്താണ് പറഞ്ഞത്? വൈദൽ ബിഹാറു സുജിറത്ത്. സുജിറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളി കത്തും, കടലുകൾ ആളി കത്തിയാൽ എന്നാണ്. ഇപ്പുറത്ത് എന്താണ് പറഞ്ഞത്? വൈദൽ ബിഹാറു ഫുജിറത്ത്, കടലുകൾ അതിൻ്റെ അതിര് വിട്ട് ഒന്നായി ഒഴുകാൻ തുടങ്ങിയാൽ എന്നാണ്. അപ്പോൾ എല്ലാ കടലുകളും ഒന്നായി മാറും എന്നാണ്. അപ്പോൾ ഈ ഒന്നായി മാറുക എന്നുള്ളതാണോ ആളി കത്തുക എന്നുള്ളതാണോ കൂടുതൽ ഗൗരവമുള്ളത്? കത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ 2 സുഹൃത്തുക്കൾക്കിടയിൽ ചെറിയൊരു വ്യത്യാസം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അമലുകൾ രേഖപ്പെടുത്തുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പുറത്ത് ആലിമത്ത് നഫ്സുൻ മ അഹ്ദറത്ത്, ഓരോരുത്തരും അവനവൻ ചെയ്ത പ്രവൃത്തി അവരുടെ കൺമുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. വൈദ സുഹുഫു നുശിറത്ത്, അവരുടെ അമലുകളുടെ രേഖ അവിടെ പരസ്യപ്പെടുത്തും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇപ്പുറത്ത് പറഞ്ഞത് ഇന്ന അലൈക്കും ല ഹാഫിളീൻ കിറാമൻ കാത്തിബീൻ, മലക്കുകൾ നിങ്ങളുടെ അമലുകൾ എഴുതുന്നുണ്ട്, വളരെ മാന്യന്മാരായ മലക്കുകൾ നിങ്ങളുടെ അമലുകൾ അറിയുന്നുണ്ട്, എഴുതുന്നുണ്ട്. അവിടെ ആ എഴുതിയത് നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിലേതാണ് ഗൗരവം? പ്രദർശിപ്പിക്കലാണ്. കാരണം പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗവും നരകവുമാണ്. അമലുകൾ മലക്കുകൾ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെയും അവസരങ്ങളുണ്ട്, ആ അമലുകൾ തിരുത്താനും നന്നാവാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഈ സുഹൃത്ത് 2 സുഹൃത്തുക്കളും തമ്മിൽ ഇങ്ങനെ ഒരു വ്യത്യാസം, സൂക്ഷ്മമായൊരു വ്യത്യാസമുണ്ട്. നമുക്കിതിന് ആയത്തുകൾ നോക്കാം. ഇദ സമാഉ ഇൻഫത്തറത്ത്, ആകാശം വിണ്ട് കീറിയാൽ. അത് നിരവധി ആയത്തുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, അന്ത്യനാളിൽ സംഭവിക്കുന്ന സംഭവമാണ്. വൈദൽ ഖവാകിബു ഇൻതസറത്ത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ. അപ്പോൾ അന്ത്യദിനത്തിൽ സംഭവിക്കുന്ന ഭയാനകമായ സംഭവങ്ങളാണ്. ആകാശം എന്ന് പറയുന്ന ഈ വലിയ സൃഷ്ടി അത് വിണ്ട് കീറും. അതുപോലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന വലിയ സൃഷ്ടികൾ അത് താഴേക്ക് വീഴും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നൊരു കാര്യം, ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് വിവരിക്കുന്ന ശാസ്ത്രത്തെ നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിൽപ്പെട്ടതല്ല ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നുള്ളത്. മനുഷ്യന് ജീവിക്കാൻ അള്ളാഹു സൃഷ്ടിച്ചത് ഭൂമിയാണ്. അപ്പോൾ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ മനുഷ്യൻ പറയുന്നത് നമുക്ക് കുറേയൊക്കെ വിശ്വസിക്കാം തെളിവുണ്ടെങ്കിൽ. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഒരു സംശയദൃഷ്ടിയിൽ തന്നെ നിർത്തിക്കൊള്ളണം. കാരണം ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ പ്രപഞ്ച സങ്കല്പ പ്രകാരം നക്ഷത്രത്തിൻ്റെ വലുപ്പവും ഭൂമിയുടെ വലുപ്പവും വെച്ച് നോക്കിയാൽ അങ്ങനെ ഒരു വീഴ്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഒരു നക്ഷത്രത്തിൻ്റെ മൂലയിൽ വെക്കാൻ പോലുള്ള വലുപ്പം ഭൂമിക്കില്ല. അപ്പോൾ ഭൂമിയുടെ പ്രാധാന്യം പരമാവധി കുറച്ച് കാണിക്കുന്ന രീതിയിലാണ് ഇന്ന് ശാസ്ത്രം ലോകത്തെക്കുറിച്ച് പറയുന്നത്. അതിൽ വിശ്വസിക്കാൻ നമുക്ക് യാതൊരു ബാധ്യതയുമില്ല. ഒന്നാമത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശാസ്ത്രത്തിൻ്റെ തന്നെ കണ്ണിൽ തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളല്ല, കണക്ക് കൂട്ടി കണ്ടുപിടിച്ച ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സങ്കല്പങ്ങളാണ്. അത് വിശ്വസിക്കാൻ യാതൊരു ബാധ്യതയും നമുക്കില്ല. പ്രത്യേകിച്ച് ഖുർആനിലെ സൂചനകൾ, നേർക്കുനേരെ പറഞ്ഞതല്ല, പക്ഷേ ഖുർആനിലെ സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത് സൂര്യനും ഭൂമിയും എന്നാണ് പല സ്ഥലത്തും പറയുന്നത്. അപ്പോൾ സൂര്യനെപ്പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനെ അപേക്ഷിച്ച് ഒരു പൊടി മാത്രമായിരുന്നു ഭൂമിയെങ്കിൽ അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു. ആകാശങ്ങൾ ഭൂമി എന്നാണ് പറയുന്നത്. അപ്പോൾ ആകാശം പോലെ, സൂര്യനെ പോലെ, നക്ഷത്രങ്ങളെപ്പോലെ വലിയൊരു സംഗതിയാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം. അത് ഈ ആയത്തിൽ നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അടുത്ത ആയത്ത് ഇദൽ ബിഹാറു ഫുജിറത്ത്, കടലുകൾ അതിൻ്റെ പരിധി വിട്ട് ഒഴുകിയാൽ.
അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. വഇദൽ ഖുബൂറു ബുഅ്സിറത്, ഖബറുകൾ ബഅ്സറ. ബഅ്സറ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഅ്സറ എന്ന് പറഞ്ഞാൽ ബഅസ വ അസാറ എന്ന രണ്ട് ഫേലുകൾ ചേർന്നുണ്ടായതാണ് ബഅ്സറ എന്നുള്ളത്. ഈ രണ്ട് ഫേലുകളുടെ അർത്ഥം എന്താണ്? ബഅസ എന്ന് പറഞ്ഞാൽ എഴുന്നേൽപ്പിച്ചു, അപ്പോൾ ഖബറിലുള്ള ആളുകൾ എഴുന്നേൽപ്പിക്കുന്നു. അസാറ എന്ന് പറഞ്ഞാൽ പൊടിയൊക്കെ നമ്മൾ ഊതി പറത്തുന്നതിനാണ് അസാറ എന്ന് പറയാം. ചെതറിക്കിടക്കുന്ന വസ്തുക്കളൊക്കെ നമ്മൾ ശക്തിയായി ഊതിയിട്ട് അല്ലെങ്കിൽ കാറ്റടിച്ചിട്ട് അതൊക്കെ പറക്കുന്നതിനാണ് അസാറ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഖബറിലുള്ള വസ്തുക്കളൊക്കെ പുറത്തു വരികയും അതൊക്കെ പൊടി പറക്കുന്നത് പോലെ അവർ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യും എന്നർത്ഥം. വഇദൽ ഖുബൂർ ബുഅ്സിറത്, അപ്പോൾ ഖബറിലെ വസ്തുക്കളൊക്കെ പുറത്തു വരികയും ചെയ്താൽ, വഇദൽ ഖുബൂർ ബുഅ്സിറത് അലിമത് നഫ്സുൻ മാ ഖദ്ദമത് വ അഖറത്, ഓരോ മനുഷ്യനും ഓരോ നഫ്സിനും മനസ്സിലാകും മാ ഖദ്ദമത് വ അഖറത്, അവൻ എന്താണോ കൊണ്ടുവന്നിരിക്കുന്നത്, എന്തൊക്കെ അമലുകളാണ് അവൻ ചെയ്തിരിക്കുന്നത്, വാഹറത്ത് എന്തൊക്കെ അമലുകളാണോ അവൻ ചെയ്യാതെ ഉപേക്ഷിച്ചിരിക്കുന്നത്, വീഴ്ച വരുത്തിയിരിക്കുന്നത്, ഇത് ഓരോരുത്തർക്കും മനസ്സിലാകും എന്ന്. സുൻ മാ ഖദ്ദമത് വാഹറത്ത്, ഓരോരുത്തർക്കും മനസ്സിലാകും എന്താണ് അവൻ കൊണ്ടുവന്നിരിക്കുന്നത്, എന്തിലാണ് അവൻ വീഴ്ച വരുത്തിയിരിക്കുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ അമലുകൾ നമ്മൾ അറിയും എന്നർത്ഥം. ഈ ആയത്തിന് രണ്ട് വിശദീകരണങ്ങൾ മുഫസ്സിരീങ്ങൾ നൽകിയത് കാണാം. ഒന്ന്, ഈ പറഞ്ഞ അർത്ഥം, അവൻ എന്തൊക്കെ അമലുകളാണ് ചെയ്തത്, എന്തൊക്കെ അമലുകളാണ് ചെയ്യാതെ വിട്ടുപോകുന്നത്. രണ്ടാമത്തെ അർത്ഥം, എന്തൊക്കെ അമലുകളാണ് അവൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ എന്തൊക്കെ അമലുകളാണ് അവൻ്റെ മരണശേഷവും നിലനിൽക്കുന്നതായി ബാക്കി വച്ചിട്ടുള്ളത്. അതായത് മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ രണ്ട് തരത്തിലുണ്ടാകും. ഒന്ന്, അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രം ഒരാൾ നമസ്കരിക്കുന്നു, മരണം വരെ നമസ്കരിച്ചു, നോമ്പ് നോൽക്കുന്നു, മരണം വരെ ആ നോമ്പ് തുടർന്നു, അത്രയേ ഉള്ളൂ, മരണത്തോടുകൂടി അവസാനിച്ചു. എന്നാൽ ചില അമലുകൾ, അതാണ് അഖറത്ത് എന്ന് പറഞ്ഞത്, നീട്ടിവെച്ച അമലുകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ മരണശേഷവും നിലനിൽക്കുന്ന സാലിഹായ അമലുകൾ. ഒരാൾ ഒരു പള്ളി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇൽമ് പഠിപ്പിച്ചു കൊടുത്തു, അത് ആ പഠിച്ച ആളുകൾ വീണ്ടും അടുത്ത ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതി, ഉപകാരപ്രദമായ ഒരു കിതാബ് എഴുതി, അത് വീണ്ടും വീണ്ടും അതിൻ്റെ ഉപകാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള നിലനിൽക്കുന്ന അമലുകൾ, അത് നന്മയാവാം തിന്മയാവാം. തിന്മയും അതുപോലെ തന്നെ. ഒരാൾ ജീവിതകാലം മുഴുവൻ കള്ളു കുടിച്ച് നടന്നു, മരണത്തോടു കൂടി ആ കള്ളുകൂടി അവസാനിച്ചു. മറ്റൊരാൾ ഒരു ബാറുണ്ടാക്കി, അയാൾ മരിച്ചു കഴിഞ്ഞിട്ടും ആൾക്കാർ കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് നിലനിൽക്കുന്ന ഒരു പാപമാണ്. അപ്പോൾ മാ ഖദ്ദമത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം പറഞ്ഞ തരത്തിലുള്ള ജീവിതകാലത്ത് മാത്രം സംഭവിക്കുന്ന നന്മയും തിന്മയും. അഖറത്ത് എന്ന് പറയുന്നത് അതിന് ശേഷവും നിലനിൽക്കുന്ന നന്മകളും തിന്മകളും എന്നാണ് എന്നൊരു അഭിപ്രായമുണ്ട്. ഇത് ഖുർആനിൽ മറ്റായത്തുകൾ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും, സൂറത്തു യാസീനിൽ പറഞ്ഞതുപോലെ വനക്തുബു മാ ഖദ്ദമു, മനുഷ്യൻ എന്താണോ സമ്പാദിക്കുന്നത് അത് നാം രേഖപ്പെടുത്തുന്നുണ്ട്. വ ആസാറഹും, അവരുടെ അടയാളങ്ങൾ, അവർ ബാക്കിയാക്കി വെച്ചു പോകുന്ന കാര്യങ്ങൾ. ഇത് പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അല്ല, ചില ഉലമാക്കൾ കിതാബുകൾ എഴുതിയിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. ഒരു അസർ ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടയാളം ബാക്കി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ മരണശേഷവും നിലനിൽക്കുന്ന നന്മകൾ ബാക്കി വെച്ച് മരിച്ചു പോകാൻ ശ്രമിക്കുക. അത് എല്ലാവർക്കും ഒരുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. ഒരു പള്ളി ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. പക്ഷേ വേണമെങ്കിൽ ഒരു ചെടി എവിടെയെങ്കിലും കുഴിച്ചിടാം. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ചിലപ്പോൾ നമ്മുടെ നിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടാൽ, ആ നിയ്യത്ത് അത്രയും ഇഖ്ലാസ് ഉള്ളതാണെങ്കിൽ അല്ലാഹു നിലനിർത്തും. ചിലപ്പോൾ ഒരു പള്ളി വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയതിനേക്കാളും നല്ല ഇഖ്ലാസോട് കൂടിയാണ് ഒരാൾ ചെറിയൊരു കാര്യം ചെയ്തതെങ്കിൽ അല്ലാഹു ചിലപ്പോൾ അതിൽ ബർക്കത്ത് ചെയ്യും. ആ മരം പിന്നെ അതിൻ്റെ പഴവും വിത്തും വീണ് അടുത്ത മരം ഉണ്ടായി, ചിലപ്പോൾ ഖിയാമത്ത് നാൾ വരെ അവിടെ കുറേ മരങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് തീരുമാനിച്ചാൽ അതുണ്ടാകും. അപ്പോൾ ആ സ്ഥലം ആരെങ്കിലും ബിൽഡിംഗ് ഉണ്ടാക്കിയാലോ ചിലപ്പോൾ അവിടുന്ന് പോയൊരു വിത്ത് വേറെ സ്ഥലത്ത് അല്ലാഹു എത്തിക്കും. അപ്പോൾ അങ്ങനെ നിലനിർത്താൻ അല്ലാഹുവിന് കഴിയും. ഇഖ്ലാസോട് കൂടി നിലനിൽക്കുന്ന അമലുകൾ ചെയ്യാൻ പരിശ്രമിക്കുക. അങ്ങനെ ചെയ്ത ആളുകളുണ്ട്. ഇപ്പോഴും നിലനിൽക്കുന്ന അസറുകളുള്ള ആളുകൾ നമുക്കറിയാം. അതിൽ ഒന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം മാത്രമാണ് ദഅവത്ത് ചെയ്തത്. 23 വർഷമാണ് ദീൻ പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിച്ചത്. ഇന്നും അതിൻ്റെ ആധാറുകളാണ് നമ്മളെല്ലാവരും. അതുപോലെ സഹാബത്ത്, ചില സഹാബത്ത് അവർ ചെയ്തു വെച്ച അവരുടെ സ്വതക്കകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവരുടെ തോട്ടങ്ങൾ അതൊക്കെ ഇന്നും നിലനിൽക്കുന്നതായിട്ടുണ്ട്, അതിൻ്റെ ഫലങ്ങൾ. അപ്പോൾ
അതുപോലെ തന്നെ തിന്മകൾ നിലനിർത്തുന്നത് ബാക്കിയാക്കുന്നത് സൂക്ഷിക്കുകയും ചെയ്യുക. ഇല്ല, ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരാൾ ഹറാമുകൾ പ്രദർശിപ്പിക്കുന്ന, ഹറാമുകൾ ഷെയർ ചെയ്യുന്ന ഒരു പിന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കി, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. മരണശേഷം അതവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സയ്യിആത്തുകൾ, പാപങ്ങൾ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്ന ആളുകൾ, ചില ആൾക്കാർ എന്ത് ചെയ്യും, സ്വന്തം ജ്യേഷ്ഠനോട് തെറ്റിയിട്ടുണ്ടാകും. അതെന്ത് ചെയ്യും, മക്കൾ അനന്തരമെടുക്കും. ഇവരുടെ മക്കൾ രണ്ട് വിഭാഗങ്ങളായി മാറും. ജ്യേഷ്ഠൻ്റെയും അനിയൻ്റെയും മക്കൾ തമ്മിൽ തെറ്റും. പിന്നെ പേരക്കുട്ടികൾ, ഇങ്ങനെ ശത്രുക്കളായ കുടുംബങ്ങളുണ്ടാവും നാട്ടിൽ. ഇന്ന കുടുംബവും ശത്രുക്കളാണ്. ചിലപ്പോൾ ഏതെങ്കിലും വല്യപ്പ ജ്യേഷ്ഠാനിയന്മാരായിരിക്കാം, അവർ തുടങ്ങി വെച്ചതായിരിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അത് തുടങ്ങിയ ആളുകൾ ഏറ്റെടുക്കേണ്ടി വരും. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അതന്ന് പരലോകത്ത് വെച്ച് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണും, ഓരോരുത്തരും മനസ്സിലാക്കും. ഇവിടെ മറ്റൊരു ഫായിദ, അത് ചില ആളുകളെങ്കിലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഉസൂൽ ഫിഖ്ഹിലുള്ളൊരു നിയമമുണ്ട്. ഒരു നക്കിറയായിട്ടുള്ള ഇസ്മ, നിങ്ങൾ ഇൻഷാ അല്ലാഹ് പഠിക്കും, പഠിക്കാത്ത ആളുകൾ, പഠിച്ച ആളുകളും അറിയുന്ന ആളുകളും ഉണ്ടാകാം. ഒരു നക്കിറയായിട്ടുള്ള ഇസ്മ, നക്കിറ എന്ന് പറഞ്ഞാൽ എന്താണ്, അലിഫ്ലാം ഇല്ലാത്ത. അപ്പോൾ അൻ നഫ്സു എന്ന് പറഞ്ഞാൽ മാരിഫയാണ്. അത് എളുപ്പത്തിൽ പറഞ്ഞാൽ ഇതാണ് വ്യത്യാസം. വേറെ വ്യത്യാസങ്ങളുണ്ട്. നക്കിറ എന്ന് പറഞ്ഞാൽ അതല്ലാത്തത്, നഫ്സുൻ എന്ന് പറയുന്നത് നക്കിറയാണ്. അപ്പം ഇങ്ങനെ നക്കിറയായിട്ടുള്ള ഇസ്മുകൾ ചില സാഹചര്യങ്ങളിലൊക്കെ അതിന് വിശാലമായ അർത്ഥമുണ്ടാകും, ഉമൂം എന്നുള്ള അർത്ഥമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണം, അതിൽപ്പെട്ടൊരു സാഹചര്യമാണ് നഫി, നിഷേധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ? അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. അപ്പോൾ ഉമൂമാണ്, ഇലാഹ് എന്നുള്ള വർഗത്തെ മൊത്തം നിഷേധിച്ചിരിക്കുന്നു. ഇപ്പം ലാ എന്നുള്ള ആ നഫീന് ശേഷം ഇലാഹ് എന്നുള്ള നക്കിറ വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അർത്ഥം കിട്ടിയത്. ഒരു ഇലാഹുമില്ല എന്നുള്ള അർത്ഥം കിട്ടിയത്. അതുപോലെ തന്നെ ഇസ്തിഫാം, ചോദ്യം. ഒരാൾ ചോദിക്കുകയാണ്, ഹൽ ഇൻദക ഖലം, നിൻ്റെ കയ്യിൽ പേനയുണ്ടോ എന്ന് ചോദിച്ചാൽ, പേന എന്ന വർഗത്തിലുള്ള ഏതെങ്കിലും ഒരു പേന, അത് ഇന്ന പേനയാവണമെന്നില്ല, നിൻ്റെ കയ്യിൽ ഏതെങ്കിലും ഇനത്തിൽപ്പെട്ടൊരു പേനയുണ്ടോ എന്നാണ്. അപ്പോൾ നഫി, ഇസ്തിഫാം, അതുപോലെ നഹി, വിലക്കുക. വിലക്കുക എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക, പിന്നെ കൽപ്പനയുടെ വിപരീതം വിലക്ക്, നഹി. ഒരാൾ പറയണം, ലാ തഅകുൽ സമക്കൻ, നീ മീൻ തിന്നരുത്. അപ്പോൾ മീൻ എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ടൊന്നും തിന്നാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നക്കിറയായ ഇസ്മ ഉപയോഗിച്ചാൽ ആ വർഗ്ഗം മുഴുവൻ എന്നുള്ള അർത്ഥം കിട്ടും. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള അർത്ഥം കിട്ടില്ല എന്നാണ്. ഏതെങ്കിലും ഒരു വസ്തു എന്നുള്ള അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആലിമത്ത് നഫ്സുൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ചോദ്യമില്ല, ലാ എന്നുള്ള നഫിയില്ല, ഇസ്തിഫാമില്ല, നഹിയില്ല, ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞത് ഓരോ മനുഷ്യനും അനുഭവിക്കും, അറിയും, കൺമുന്നിൽ പ്രദർശിപ്പിക്കും അവൻ്റെ നന്മകളും തിന്മകളും എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതിനെന്താ കാരണം? എല്ലാവരും എന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം വ്യക്തമായ കാരണമുണ്ട്. വേറെ ആയത്തുകളിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹുനാലിക തബ്ലു കുല്ലു നഫ്സിൻ മാ അസ്ലഫത്ത്. അന്ന് ഓരോ നഫ്സും ഞാൻ എന്താണോ സമ്പാദിച്ചതെന്ന് പരിശോധിക്കും, നോക്കും. അപ്പോൾ അത് വ്യക്തമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ആയത്തിൽ നിന്ന് തന്നെ ഈ ആയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുക. കുല്ലു നഫ്സ് എന്നുള്ളൊരു പ്രയോഗം വേറെ ഒരു സ്ഥലത്തും വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളങ്ങനെ മനസ്സിലാക്കും, സാഹചര്യം അല്ലേ, പരലോകത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ പരലോകം? അല്ല എന്നുള്ളത് അറിയപ്പെട്ട സംഗതിയാണ്. അപ്പോൾ സാഹചര്യം വെച്ച് ചിലപ്പോൾ നക്കിറകൾ ഈ പറഞ്ഞ നഹിയും നഫിയും ഇസ്തിഫാമൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ അതിന് പൊതുവായ അർത്ഥം ഉണ്ടാവാം. അടുത്തതായി അള്ളാഹു തആല പറഞ്ഞു, യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം. മനുഷ്യനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, മനുഷ്യ, മാ ഗർറക, എന്താണ് നിന്നെ വഞ്ചിച്ചത്, ബിറബ്ബിക്കൽ കരീം, കരീമായ അത്യുദാരനായ നിൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ എന്താണ് നിന്നെ വഞ്ചിച്ചത്. ഗർറ എന്ന് പറഞ്ഞാൽ ഗഫ്ലത്ത്, അശ്രദ്ധ എന്നാണ് അർത്ഥം. അപ്പോൾ അശ്രദ്ധയിലാക്കിയത് എന്താണ്, നിൻ്റെ റബ്ബിനെക്കുറിച്ച് നിന്നെ അശ്രദ്ധയിലാക്കിയത് എന്താണ്. അപ്പോൾ ഈ ആയത്തിൽ തന്നെ ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും നിഅമത്തുകളൊക്കെ ചെയ്തിട്ട് ആ റബ്ബിനെ, അവനോട് നന്ദി കാണിക്കാതെ അവന് ഇബാദത്ത് ചെയ്യാതെ നടക്കാൻ എന്താണ് കാരണം, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രേരണ എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ആയത്തിൽ തന്നെയുണ്ട്. അത് ഖുർആൻ്റെ ഒരു ബലാഗ, ഒരു സാഹിത്യ ഭംഗി മനസ്സിലാക്കി തരുന്നൊരു ആയത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. എന്താണ് അതിൻ്റെ ഉത്തരം? അള്ളാഹിനെക്കുറിച്ച് അൽ കരീം എന്നാണ് പറഞ്ഞത്. അള്ളാഹു കരീമാണ് എന്നതാണ് കാരണം.
റബ്ബ് അത്യുദാരനാണ്. തെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ശിക്ഷിക്കുന്നില്ല, നീട്ടിക്കൊടുക്കുന്നുണ്ട്, അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ആളുകൾ അശ്രദ്ധയിലായിരിക്കുന്നത് എന്നൊരു സൂചന ഈ ആയത്തിൽ തന്നെയുണ്ട്. അല്ലദീ ഖലഖക, എങ്ങനെയുള്ളവനാണ് റബ്ബ്? അല്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ചു. അപ്പോൾ നമ്മെ സൃഷ്ടിച്ചു എന്നുള്ളത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഒന്നാമത്തെ നിഅമത്താണ്. അല്ലദീ ഖലഖക, നമ്മെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു. ഇതൊരു മുസ്ലിമിന് മാത്രമേ മനസ്സിലാവുള്ളൂ, സൃഷ്ടി എന്നുള്ളത് അള്ളാഹിൻ്റെ ഒരു നിഅമത്താണെന്നുള്ളത്. അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് പല ആളുകളും സ്വയം ശപിക്കും, അല്ല എൻ്റെ ജീവിതം കൊണ്ട് യാതൊരു ഗുണവുമില്ല. എന്തുകൊണ്ടാണ്? കാരണം അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ്റെ കാഴ്ചപ്പാടിൽ ഈ ദുനിയാവ് മാത്രമേ ഉള്ളൂ. ദുനിയാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അവൻ പറയുന്നത് ശരിയാണ്. മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. കാരണം ജീവിതകാലം മുഴുവൻ കഷ്ടപ്പാടാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ സൂറത്ത് ബലദിൻ്റെ തഫ്സീറിൽ പറയുന്ന മനോഹരമായൊരു വാക്ക് കാണാം. ലഖദ് ഖലഖനൽ ഇൻസാന ഫി കബദ് എന്നുള്ള ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അത് കഴിയുന്ന ആൾക്കാർ വായിച്ച് നോക്കുക. അദ്ദേഹം മനുഷ്യൻ്റെ ഈ പ്രയാസത്തെക്കുറിച്ച്, ആയത്തിൻ്റെ അർത്ഥം എന്താണ്? ലഖദ് ഖലഖനൽ ഇൻസാന ഫി കബദ്, പ്രയാസത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ഈ പ്രയാസം എന്താണെന്ന് വിശദീകരിക്കുകയാണ് അദ്ദേഹം. വളരെ മനോഹരമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രയാസം? അല്ല, ജനിച്ച് വീഴുമ്പോൾ പ്രയാസമാണ്. കാരണം 10 മാസം ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്ന രീതിയല്ല. അവിടെ ശ്വാസം എടുത്തിരുന്ന രീതി വേറെ, അവിടെ പിന്നെ ഭക്ഷണം കിട്ടിയിരുന്ന രീതി വേറെ. അപ്പോൾ പെട്ടെന്ന് പുറത്ത് വരുമ്പോൾ കണ്ണ് തുറക്കുമ്പോൾ വളരെ പ്രയാസമാണ്. അവിടെ ഇരുട്ടാണ്, പെട്ടെന്ന് വെളിച്ചം കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. ആ ജനിക്കുന്ന സമയം വളരെ പ്രയാസമാണ് കുട്ടിക്ക്. അതുകൊണ്ടാണ് കരയുന്നത്, കരഞ്ഞുകൊണ്ട് വരുന്നത്. അത് ഒന്നാമത്തെ പ്രയാസം. പിന്നെ ഓരോന്നോരോന്ന് അത് എണ്ണി പറയാൻ. പിന്നെ പൊക്കിൾ കൂടി മുറിക്കുമ്പോഴുള്ള പ്രയാസം, പിന്നെ പല്ല് വരുമ്പോൾ, പല്ല് മുളക്കുമ്പോൾ പ്രയാസം, പിന്നെ ആദ്യമായിട്ട് പാല് കുടിക്കുമ്പോൾ ഇതുവരെ ശീലമില്ലാത്തതാണ്, അത് പ്രയാസം. തുടക്കത്തിലൊക്കെ നിർബന്ധിച്ചിട്ടാണ് പാല് കുടിപ്പിക്കുന്നത്. പിന്നെ ആ പാല് മാറി 2 വർഷം പാല് മാത്രം കുടിച്ച് ജീവിച്ച ഒരാളാണ്. ഇത്രയും കാലമായിട്ട് പരിചയമില്ലാത്ത ഭക്ഷണം പിന്നെ കഴിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ വേണ്ടി മദ്രസകളിൽ പോകണം. ഈ മദ്രസയിലും സ്കൂളിലൊക്കെ നമുക്കറിയാം കഷ്ടപ്പാട്. ഇന്ന് കഷ്ടപ്പാടില്ല, പണ്ട് കാലത്തുള്ള കഷ്ടപ്പാടിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് പക്ഷേ കഷ്ടപ്പാടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഭവിഷ്യത്ത് പിന്നീട് അനുഭവിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ഓരോ ഘട്ടത്തിലും അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് അത് അവസാനം വരെ തുടരും. അല്ലേ, ഈ വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ അത് അനുഭവിച്ചുകൊണ്ടാണ് മരിച്ചു പോകുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ചിത്രം വരച്ചിട്ട് ഒരു വട്ടം, ഒരു ചതുരം വരച്ചു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ നീളത്തിലൊരു വര വരച്ചു. ഈ വരയാണ് മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ. ഈ വരച്ച ചതുരം അവൻ്റെ ആയുസ്. അപ്പോൾ ആയുസിൻ്റെയും അപ്പുറത്തായിരിക്കും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അതുപോലെ തന്നെയാണ് വിഷമങ്ങളും. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടായിരിക്കും മരിച്ചു പോകുന്നത്. മരിക്കുന്ന അന്നും ഉണ്ടാകും മനുഷ്യൻ്റെ പ്രയാസങ്ങൾ. അവസാനത്തെ പ്രയാസം സക്രാത്തുൽ മൗത്ത്, ദുനിയാവിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബർസഖ്. മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ പ്രയാസം തന്നെയാണ് ഈ ദുനിയാവ് മാത്രമായിരുന്നെങ്കിൽ. പക്ഷെ ആഖിറത്തുണ്ട്, പരലോകമുണ്ട്. പരലോകം ഉണ്ടായതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ദുനിയാവിലെ പ്രയാസങ്ങൾ പോലും സന്തോഷമാക്കാനും സാധിക്കുന്നു. അപ്പോൾ അള്ളാഹു നമ്മെ സൃഷ്ടിക്കുക, നമുക്ക് അസ്തിത്വം നൽകുക എന്ന് പറയുന്നത് പരലോക വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. കാരണം നാളെ സ്വർഗ്ഗത്തിൽ പോവുക, അവിടെ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുക, അതുപോലെ ദുനിയാവിൽ തന്നെ അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യുക, ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളത് അത് വലിയ കാര്യമാണ്, വലിയ അനുഗ്രഹമാണ്, വലിയ നിഅമത്താണ്. ആ നിഅമത്ത് നമുക്ക് കിട്ടിയത് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. അല്ല, അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, ഈമാനുള്ള ആളുകൾ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ ഖൽഖ് എന്നുള്ളത് അള്ളാഹു ചെയ്തതാണ്. രണ്ടാമത് അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഈ സൃഷ്ടിക്ക് കാരണമായതാരാണ്? മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് തൗഹീദിൻ്റെ കൂടെ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറയുന്നത്. മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ വുജൂദ്, അസ്തിത്വം എന്ന് പറയുന്നത് വിലപിടിപ്പുള്ളൊരു സംഗതിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൗഹീദും ബിറുൽ വാലിദൈനൊക്കെ വരുന്നത്. എന്നാൽ മനുഷ്യൻ്റെ അസ്തിത്വത്തിന് ഒരു വിലയില്ലെങ്കിൽ പിന്നെ മാതാപിതാക്കളെ പ്രത്യേകിച്ച് നന്ദി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ കഷ്ടപ്പാടിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഇട്ടവരാണ് അവർ. അവരോട് വെറുപ്പാണ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഇന്നുണ്ടാകുന്നതും. ഇന്നെന്തുകൊണ്ടാണ് മാതാപിതാക്കളോട് മക്കൾക്ക് നന്ദിയില്ലാത്തത്? മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ, അവർ ദ്രോഹിക്കുന്ന മക്കൾ. എന്തുകൊണ്ടാണ്? കാരണം അവൻ ജീവിക്കുന്നത് വെറുതെയാണ് എന്ന് അവനെ സർക്കാർ ചെലവിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ വെറുതെയുള്ള ജീവിതത്തിന് കാരണക്കാരായ ഈ മാതാപിതാക്കൾ കൊല്ലല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? കൊലപാതകം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കൊന്നിട്ടില്ലെങ്കിലാണ് അത്ഭുതം. അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട ഈ ജീവിതത്തിലേക്ക് എന്തിന് ഞാൻ ഉണ്ടായി എന്നാണ് മക്കൾ ചോദിക്കുന്നത്. എന്നാൽ ഒരു മുഅ്മിനാണെങ്കിലോ, അവൻ്റെ ഉപ്പയും ഉമ്മയും അവനെ അങ്ങേയറ്റം ദ്രോഹിച്ചവരാണെങ്കിലും, അവൻ്റെ തർബിയത്ത് അതിലൊന്നും യാതൊരു പങ്കുമില്ലാത്തവരാണെങ്കിൽ പോലും
അവൻ സ്വർഗത്തിൽ പോകാൻ കാരണക്കാരായാണ് അവർ. അതിനുള്ള നന്ദി അവരോട് കാണിച്ചിരിക്കണം. അല്ല, ചില മക്കൾ അങ്ങനെ ചോദിക്കാറുണ്ട്, മാതാപിതാക്കളുടെ ബിർറൊക്കെ ശരി തന്നെയാണ്, അവരനുസരിക്കണം, നന്ദി കാണിക്കണം, നല്ലവണ്ണം അവരോട് പെരുമാറണം, അവരെ പരിഗണിക്കണം, സ്നേഹിക്കണം. പക്ഷേ സാധാരണ മാതാപിതാക്കളെ പോലെയല്ല എൻ്റെ മാതാപിതാക്കൾ. അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതാണ് അത്ഭുതം. ഒരാൾ ചിന്തിക്കുന്നത് എൻ്റെ കൂടെ പഠിക്കുന്ന മറ്റവൻ അവൻ്റെ മാതാപിതാക്കളെക്കുറിച്ചായിരിക്കും ആയത്തൊക്കെ ഇറങ്ങിയത്, വഖളാ റബ്ബുക ഒക്കെ ഇറങ്ങിയത്. എൻ്റെ ഉമ്മയപ്പേര് പെടില്ല. കാരണം എൻ്റെ ഉമ്മയപ്പ എനിക്കൊന്നും തന്നിട്ടില്ല. അവന് ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, നേരെ തിരിച്ച്. എന്നാൽ ഒരു മുസ്ലിമിന് ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം അവൻ്റെ ലക്ഷ്യം പരലോകമാണ്. ആ പരലോകത്ത് അവൻ വിജയിച്ചാൽ ദുനിയാവിലെ അവൻ്റെ വിഷമങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അതുകൊണ്ട് യാതൊരു ഉപദ്രവവുമില്ല. അപ്പോൾ ഈ പരലോകത്തെ വിജയത്തിന് കാരണമായത് നമ്മുടെ ജീവിതമാണ്, ദുനിയാവിലെ ജീവിതമാണ്. അതിന് കാരണക്കാരാണ് മാതാപിതാക്കൾ. അപ്പോൾ അള്ളാഹു ഒന്നാമതായിട്ട് പറഞ്ഞ നിഅമത്താണ് അല്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ചു എന്നുള്ളത്. ഫസവ്വാക, നിന്നെ നേരെയാക്കി. നേരെയാക്കി എന്ന് പറഞ്ഞാൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച്. ഈ അഭിപ്രായങ്ങൾ പരസ്പര വിരുദ്ധമല്ല, എല്ലാം ശരിയാണ്. നേരെയാക്കി എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞ് കാണാം ഇസ്തിവാ ഉൽ ഖാമ, നേർക്ക് നേരെ നിവർന്ന് നിൽക്കാൻ പാകത്തിലാക്കി എന്നുള്ളത്. മനുഷ്യന് നേർക്ക് നേരെ നിൽക്കാൻ സാധിക്കും. അല്ലെ, മറ്റൊരു മൃഗത്തിനും അങ്ങനെ നിൽക്കാൻ, രണ്ട് കാലം നിൽക്കാൻ സാധിക്കുന്നില്ല. അതല്ലേ ഭംഗി എന്ന് പറയുന്നത്, നേർക്ക് നേരെ നിൽക്കുക എന്ന് പറയുന്നത്. അതാണ് നാല് കാലം നിൽക്കുന്നതിനേക്കാളും ഭംഗി. അള്ളാഹു തആല അങ്ങനെ മനുഷ്യനെ രണ്ട് കാലം നിൽക്കുന്നവനാക്കി. ഫഅദലക്, അതുപോലെ തന്നെ ഇഅ്തിദാൽ നൽകി. ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യങ്ങളും സന്തുലിതമാക്കി. അല്ലെ, മനുഷ്യന് രണ്ട് കണ്ണ്, ഒറ്റ കണ്ണ് മാത്രമായിരുന്നെങ്കിൽ നമ്മുടെ കാഴ്ച വളരെ പരിമിതമായിരിക്കും. അതുപോലെ ആവശ്യമുള്ളതൊക്കെ രണ്ടെണ്ണം തന്നു, ഒന്ന് മതിയാവുന്നത് ഒന്ന് തന്നു. അത് കൂടുതൽ വേണ്ടത് ഇപ്പോൾ പല്ല് രണ്ടെണ്ണം പോരാ, അപ്പോൾ 32 പല്ല് തന്നു. ഇങ്ങനെ ഇഅ്തിദാലോട് കൂടി സന്തുലിതമായി നിന്നെ അള്ളാഹു തആല സൃഷ്ടിച്ചു. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക്. ഓരോ വസ്തുക്കളും, മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഓരോ കാര്യങ്ങളും വളർച്ചയുടെ ഹോർമോണിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ഹോർമോൺ എത്രയോ മില്യൺ ആളുകൾക്ക് ഉള്ള ആ ഹോർമോണിൻ്റെ അളവ് ഒരു സ്പൂണിൻ്റെ അത്രയും അളവേ ഉണ്ടാവുള്ളൂ. അത് ഒരു ഇത്തിരി കൂടിയിരുന്നെങ്കിൽ നമ്മളൊക്കെ ഉയരം ആകെ താളം തെറ്റിപ്പോകും. നമ്മളൊക്കെ ഈ കെട്ടിടത്തിൻ്റെ മുകളിലുണ്ടാവും നമ്മളെ ഉയരം. വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണിൻ്റെ അളവ് കൂടിയാൽ. ഒരിത്തിരി കുറഞ്ഞാൽ നമ്മൾ കാണാറില്ല ആളുകൾ, രോഗാവസ്ഥയുള്ള വളർച്ച കൂടിയവരും കുറഞ്ഞവരുമായിട്ടുള്ള ആളുകൾ. അപ്പോൾ അതൊക്കെ ഈ ഇഅ്തിദാലിൽപ്പെട്ടതാണ്. എല്ലാ കാര്യങ്ങളും ആവശ്യമായ അളവിൽ, സന്തുലിതമായ അളവിൽ അള്ളാഹു നിനക്ക് നൽകി. ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്. അള്ളാഹു ഏതൊരു സൂറത്തിലാണോ, ഏതൊരു രൂപത്തിലാണോ ഉദ്ദേശിച്ചത്, ആ രൂപത്തിൽ നിന്നെ അവൻ ഘടിപ്പിച്ചു. തർക്കീബ് എന്ന് പറഞ്ഞാൽ ഘടിപ്പിക്കുക, ഒന്നിലധികം ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്നതാണ് തർക്കീബ് എന്ന് പറയും. അപ്പം അള്ളാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന മനോഹരമായ രൂപത്തിൽ നിന്നെ സൃഷ്ടിച്ചുണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിഅമത്തുകളാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത റബ്ബിനെ, അവനോട് കാണിക്കേണ്ട ഹക്ക്, ആ ഹക്കിൻ്റെ കാര്യത്തിൽ നിനക്ക് ഈ ഗഫ്ലത്ത്, അശ്രദ്ധ വരാൻ എന്താണ് കാരണം? എന്താണ് കാരണം എന്നുള്ള ചോദ്യം, എന്ത് ചോദ്യമാണത്? ഉത്തരം അറിയാൻ വേണ്ടിയുള്ള ചോദ്യമാണോ? അല്ല, അതിനാണ് ഇസ്തിഫ്ഹാമുൻ ഇൻകാരി എന്ന് പറയാം. ഒരു താക്കീതിൻ്റെ സ്വരത്തിലുള്ള ചോദ്യം. ഒരാൾ നേരം വൈകി വരുമ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, പിന്നെ നിരന്തരം ആവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തേ എന്നെ പിരിച്ചുവിടുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എന്താണ് വൈകി വന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എൻ്റെ കാരണം അറിയാൻ വേണ്ടിയിട്ടല്ല. അത് ഇസ്തിഫ്ഹാമുൻ ഇൻകാരിയാണ്, താക്കീതിൻ്റെ അർത്ഥത്തിലുള്ള ചോദ്യം. കല്ല ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. കല്ല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, വേണ്ട എന്ന് പറയുന്ന മലയാളത്തിലെ അർത്ഥം. കല്ല ബൽ തുകദ്ദിബൂന ബിദ്ദീൻ, നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് ഗഫ്ലത്തിലാണെന്ന് മാത്രമല്ല, അതിനപ്പുറത്ത് എന്താണ്? തുകദ്ദിബൂന ബിദ്ദീൻ, ദീൻ നിഷേധിക്കുന്നവരാണ്. ദീൻ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് അമൽ. നമ്മൾ സാധാരണ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിമായ ഒരാൾ ചെയ്യേണ്ട അമലുകളാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. രണ്ടാമത്തെ അർത്ഥം അൽ ഹിസാബ് വൽ ജസാ, പ്രതിഫലം, വിചാരണ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഇതിലേതർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഹിസാബ. എന്തുകൊണ്ട്? രണ്ടും ഉദ്ദേശിക്കാം അല്ലേ? രണ്ടും ഉദ്ദേശിച്ചൂടെ? കാഫറുകൾ ഇസ്ലാം നിഷേധിക്കുന്നുണ്ട്, അതുപോലെ പരലോകത്തെ വിചാരണ നിഷേധിക്കുന്നുണ്ട്. രണ്ടും ഉദ്ദേശിക്കാം. പക്ഷേ സാഹചര്യത്തിനോട് കൂടുതൽ ബന്ധം ഹിസാബാണ്. കാരണം സൂറത്തിൽ പറയുന്ന വിഷയം പരലോകമാണ്. വ ഇന്ന അലൈക്കും ലഹാഫിളീൻ. ഇങ്ങനെ നിഷേധിക്കുന്നത് കൊണ്ട് ഒരു ദോഷവും ഉണ്ടാവുകയില്ല, അപകടം ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇന്ന അലൈക്കും ലഹാഫിളീൻ, നിങ്ങളുടെ കൂടെ ഹഫലത്തുണ്ട്. എന്താണ് ഹഫലത്ത് എന്ന് പറഞ്ഞാൽ? അഫൻ,
ഹാഫിളീൻ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നവർ, സൂക്ഷിക്കുന്നവർ. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അമലുകൾ രേഖപ്പെടുത്തുന്ന മലക്കുകളാണ്. ഹഫദത്ത് എന്ന് പറയുന്നത് അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന മലക്കുകളെ കുറിച്ച്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അമലുകൾ സൂക്ഷിച്ച് വെക്കാനുള്ള ആളുകളുണ്ട്. കിറാമൻ കാത്തിബീൻ, എഴുതി വെക്കുന്ന കിറാം, മാന്യന്മാരായ ആളുകൾ, മലക്കുകളെയാണ് ഉദ്ദേശിക്കുന്നത്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്ക് പോലും പറയുന്നില്ല മലക്കുകൾ രേഖപ്പെടുത്താത്തതായിട്ട്. ഇപ്പോൾ റഖീബ് അതീദ് എന്നുള്ളത് രണ്ട് മലക്കിൻ്റെ പേരല്ല. നന്മകൾ രേഖപ്പെടുത്താൻ ഒരു മലക്കുണ്ട്, തിന്മകൾ രേഖപ്പെടുത്താനും ഒരു മലക്കുണ്ട്. അത് വലതുവശത്തും ഇടതുവശത്തുമായിട്ടാണുള്ളത് എന്നും ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരാളുടെ പേര് റഖീബും മറ്റൊരാളുടെ പേര് അതീദല്ല. റഖീബ് എന്ന് പറഞ്ഞാൽ സദാ നിരീക്ഷിക്കുന്നവൻ, അതീദ് എന്ന് പറഞ്ഞാൽ എല്ലാം സൂക്ഷിച്ചു വെക്കുന്നവൻ. അപ്പോൾ വലത്ത് ഭാഗത്തുള്ള ആളും റഖീബുൻ അതീദാണ്, ഇടത്ത് ഭാഗത്തുള്ള ആളും റഖീബുൻ അതീദാണ്. അങ്ങനെ അവർ നിങ്ങളുടെ അമലുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അവരറിയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മലക്കുകളുടെ സാന്നിധ്യം, അതിനെക്കുറിച്ച് ഓർക്കുക എന്നുള്ളത് അത് നമുക്ക് തഖ്വ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അല്ല, അള്ളാഹ് കാണുന്നുണ്ട് എന്ന ബോധം മതി ഒരാൾ നന്നാവാൻ. പക്ഷേ ഈ മലക്കുകളുടെ കാര്യം കൂടി ഓർക്കുമ്പോൾ ഒന്നുകൂടി സൂക്ഷ്മതയും ബോധവും നമുക്കുണ്ടാകും. നമ്മുടെ കൂടെ മാതാപിതാക്കൾ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ കൂടെ നമ്മുടെ ഉപ്പ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ പെരുമാറ്റം? വളരെ മര്യാദക്കായിരിക്കും. അപ്പോൾ അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കില്ലേ? അള്ളാഹ് കാണുന്നുണ്ട്, മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പക്ഷേ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മര്യാദയും ഒരു ലജ്ജ നമുക്കുണ്ടാകും. അതാണ് ഈ ആയത്തിൻ്റെ താല്പര്യം. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇന്നൽ അബ്റാറ ലഫീ നഈം. ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം ഈ മലക്കുകളെക്കുറിച്ച്. ഇന്ന മഅക്കും മലായികത്തൻ കിറാമൻ ലാ യുഫാരിഖൂനക്കും. നിങ്ങളെ വിട്ടുപിരിയാതെ നിങ്ങളുടെ കൂടെ നടക്കുന്ന മലക്കുകളുണ്ട്. ഫഅക്രിമൂഹും, അവർ നിങ്ങൾ ആദരിക്കുക. അവരെങ്ങനെ ആദരിക്കേണ്ടത്? വഷളത്തരങ്ങൾ അവർ കാണുന്ന അവസ്ഥ ഉണ്ടാകരുത്. പാപങ്ങൾ എഴുതി വെക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാതെ അവരെ നിങ്ങൾ ആദരിക്കുക എന്ന് പറഞ്ഞത് കാണാം. ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും നന്മ ചെയ്ത ആളുകൾ, പുണ്യവാന്മാർ. ബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജംആണ് അബ്റാർ. എന്താണ് ബർ എന്ന് പറഞ്ഞാൽ? നന്മ ചെയ്യുന്നവൻ, ധാരാളമായി നന്മ ചെയ്യുന്നവൻ ആണ് ബർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ചില ഹദീസുകൾ കാണാം, ഇന്നമാ സുമ്മു അബ്റാറൻ, അവർക്ക് അബ്റാർ എന്നുള്ള പേര് വരാൻ കാരണം ലിഅന്നഹും ബർറു ആബാഅഹും വ അബ്നാഅഹും, അവർ മാതാപിതാക്കളോടും നന്മ കാണിക്കും, അവരുടെ മക്കളോടും നന്മ കാണിക്കും. അതുകൊണ്ടാണ് അവർക്ക് അബ്റാർ എന്നുള്ള പേര് വന്നത് എന്ന് ദഈഫായ ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആശയം ശരിയാണ്. അതുപോലെ തന്നെ മറ്റു ചില ആസാറുകൾ കാണാം, ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം, അൽ അബ്റാർ എന്ന് പറഞ്ഞാൽ അല്ലദീന ലാ യുദൂന ഹത്ത ദർ, ചെറിയ ഉറുമ്പുകളെ വരെ ദ്രോഹിക്കാത്തവരായിരിക്കും. അതായത് ബിർറ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നന്മ, ഉപദ്രവമില്ലാത്ത, തിന്മകളില്ലാത്ത നല്ല പ്രവൃത്തികൾ. അതാണ് ബിർറ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അല്ലേ? ലൈസൽ ബിർറാൻ തുവല്ലു വുജൂഹക്കും. അപ്പോൾ ബിർറ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇതാണ്, നന്മ. അത് അള്ളാഹുവിനോടുള്ള ബന്ധത്തിലാണെങ്കിലും സൃഷ്ടികളോടാണെങ്കിലും ഒക്കെ ചെയ്യുന്ന നന്മക്കാണ് ബിർറ് എന്ന് പറയാം. ബിർറുൽ വാലിദൈൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആ ബിർറ് എന്നുള്ളതിനുണ്ടായതാണ് ബർറുൻ എന്നുള്ളത്, അബ്റാറിൻ്റെ മുഫ്രദ് ബർറുൻ എന്നുള്ളത്. അപ്പോൾ ഈ ബിർറുൻ എന്നുള്ളതിൽ നിന്ന് അതിൻ്റെ ഒരു ഹർക്കത്ത് മാത്രമാണ് മാറ്റുന്നത്. അത്രത്തോളം നന്മ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെന്നാണ് അർത്ഥം. അവൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ ഉള്ളൂ. അതാണ് അബ്റാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നൽ അബ്റാർ ലഫീ നഈം, അങ്ങനെയുള്ള ആളുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, ലഫീ നഈം, അവർ സുഖത്തിലായിരിക്കും. നഈം എന്ന് പറഞ്ഞാൽ സുഖം, സുഖിക്കുക, അതാണ് നഈം എന്ന വാക്കിൻ്റെ അർത്ഥം. വ ഇന്നൽ ഫുജ്ജാറ, തെമ്മാടികളായ ആളുകൾ, ലഫീ ജഹീം, അവർ ജഹീമിലായിരിക്കും. ജഹീം എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ഒരു പേരാണ്. ഈ ആയത്ത് വിശദീകരിച്ച് ഉലമാക്കൾ പറയുന്നത് കാണാം. ഇവിടെ പുണ്യവാന്മാരെക്കുറിച്ച് പറഞ്ഞത് അവർ നഈമിലാണ്, സുഖത്തിലാണ് എന്നാണ്. സ്വർഗമെന്ന് പറഞ്ഞിട്ടില്ല. തിന്മ ചെയ്യുന്ന ആളുകളെക്കുറിച്ച്, ഫാജിറുകളെക്കുറിച്ച് ലഫീ ജഹീം എന്ന് പറഞ്ഞു, നരകം എന്ന് പറഞ്ഞു. പക്ഷേ ജഹീം എന്നുള്ള വാക്കിനും നരകം എന്ന് മാത്രമല്ല അർത്ഥം. ജഹീം എന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നേർക്ക് നേരെ സ്വർഗം നരകം എന്ന് പറയാതെ സുഖം, അതുപോലെ ദുരിതം, ശിക്ഷ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം പരലോകത്തുള്ള സ്വർഗം മാത്രമല്ല അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്നത്, നേരെ മറിച്ച് ദുനിയാവിലും ബർസഖിലും നാളെ ആഖിറത്തിലും സുഖം അനുഭവിക്കും. അപ്പോൾ നന്മ ചെയ്യുന്ന ആളുകൾ അവരിവിടെ തന്നെ അതിൻ്റെ ഫലം അനുഭവിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? അവരനുഭവിക്കുമെന്ന് പറയുന്നത് കേവലം ഭൗതികമായ സുഖങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഒരാൾ കുറേ നന്മ ചെയ്തു, എന്നിട്ട് എനിക്ക് സമ്പത്തൊന്നും വർദ്ധിക്കുന്നില്ല, പുരോഗതിയൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയരുത്. കാരണം അള്ളാഹു അവർക്ക് കൊടുക്കുന്നത്
എന്തായിരിക്കാം? ചിലപ്പോൾ സമ്പത്ത് തന്നെ ആയിരിക്കാം, അതിനും സാധ്യതയുണ്ട്. ചിലപ്പോൾ അള്ളാഹു താല അവർക്ക് ദീൻ വർദ്ധിപ്പിച്ചു കൊടുക്കും, ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും, അതുപോലെ അവർക്ക് മനസ്സമാധാനം അള്ളാഹു നൽകും. അങ്ങനെ പല വഴിക്ക് അള്ളാഹു താല അവർക്ക് പ്രതിഫലം നൽകും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, ഒരു നന്മ ചെയ്തു എന്നിട്ട് അതിന് ഒരു ഫലം കാണുന്നില്ല, മനസ്സിൽ ഈമാൻ വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഖുശൂ വർദ്ധിക്കുകയും മനസ്സിൻ്റെ സമാധാനം ഉണ്ടാവുകയും ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ ഫത്തഹിംഹു, ആ അമലിനെ നീ സംശയിക്കുക. ഒന്നുകിൽ അതിൽ ഇഖ്ലാസ് ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അതിൽ സുന്നത്ത് ഉണ്ടാവുകയില്ല, അതിൽ ബിദഅത്ത് സംഭവിച്ചിട്ടുണ്ടാകും. കാരണം ഫഇന്ന റബ്ബ ഷക്കൂർ, അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് ഷക്കൂർ എന്നുള്ളത്, നന്ദിയുള്ളവൻ. ഷക്കൂർ എന്ന് പറഞ്ഞാൽ നന്ദി നിറഞ്ഞവനെന്നാണ്. നന്ദിയുള്ളവൻ എന്നുള്ളതിന് ഷാക്കിർ എന്നാണ് പറയാം. അതിൻ്റെ മുബാലകത്താണ്, നമ്മൾ പഠിച്ചല്ലോ സർഫുൽ ഫഊൽ, അതാണ് ഷക്കൂർ എന്ന് പറയുന്നത്, അങ്ങേയറ്റം നന്ദിയുള്ളവൻ. അപ്പം അങ്ങേയറ്റം നന്ദി എന്ന് പറഞ്ഞാൽ നന്ദി എന്നുള്ള ആ സ്വഭാവം, ആ സിഫത്ത് എത്ര വർദ്ധിക്കാമോ അതിൻ്റെ പരമാവധി, അതാണ് ഷക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പരമാവധി എന്ന് പറഞ്ഞാൽ എന്താ? ഉടനെ തന്നെ അതിനുള്ള പ്രതിഫലം തരണം അല്ലേ? ഒരാളിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു, നമുക്ക് അവൻ അപ്പം തന്നെ പ്രത്യുപകാരം ചെയ്യാം. അവനൊരു പ്രയാസം വരുമ്പോൾ നീട്ടിവെക്കാം, ഭാവിയിൽ ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അടുത്ത കൊല്ലം ചെയ്യാം. ഏറ്റവും വലിയ നന്ദി എന്താണ്? അപ്പോൾ തന്നെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അള്ളാഹു തആല ഉടനെ തന്നെ അതിനുള്ള പ്രതിഫലം നൽകും. പക്ഷേ പ്രതിഫലം എന്തായിരിക്കും? നിർബന്ധമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് കാര്യം തന്നെ ആയിരിക്കണമെന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലായിരിക്കാം. ഷെയ്ഖ് അബ്ദുറഹ്മാൻ മുഅല്ലിമി റഹിമഹുല്ലാ യമനിയായിരുന്ന വലിയൊരു മുഹദ്ദിസാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം, ഞാൻ ചിലപ്പോൾ സ്വതക്ക ചെയ്യും. ഷെയ്ഖ് പറയാണ്, ചിലപ്പോൾ സ്വതക്ക ചെയ്യും, പക്ഷേ സ്വതക്ക ചെയ്യുമ്പോൾ എനിക്കെന്തെങ്കിലും അപകടം ഉണ്ടാവും. സ്വതക്ക ചെയ്യുന്ന ദിവസം, സ്വതക്ക ചെയ്യുന്ന അന്ന് തന്നെ എനിക്കെന്തെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടാവും. അപ്പോൾ ഷെയ്ഖ് പറയാണ്, ഞാനത് നല്ലതായിട്ടാണ് കാണുന്നത്. കാരണം അല്ലാഹു തആല ദുനിയവിയായ പ്രതിഫലം, എന്തെങ്കിലും സാമ്പത്തിക നേട്ടമോ മറ്റോ ഉണ്ടാകുന്നത് പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കാതെ, അങ്ങനെയാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വതക്ക ചെയ്താൽ ഉടനെ സമ്പത്ത് വർദ്ധിക്കുക. അപ്പം എൻ്റെ മനസ്സ് ഈ സമ്പത്തിലായിരിക്കും. നേരെ മറിച്ച് ഒരു മുസീബത്ത് ഉണ്ടായപ്പോൾ അതിൽ ക്ഷമിക്കാനും അള്ളാഹുവിനോട് സബ്ർ കാണിക്കാനും അതുപോലെ തന്നെ ഇഖ്ലാസോട് കൂടി സ്വതക്ക ചെയ്യാനും, ദുനിയാവിൽ ഒന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹു തരുന്ന ദീനിയായ പ്രതിഫലങ്ങൾ, അള്ളാഹു തരുന്ന ഇങ്ങനെയുള്ള ഈമാനിൻ്റെ കാര്യത്തിലുള്ള വർധനവും സബ്റും ഇങ്ങനെയുള്ള ആന്തരികമായ പ്രതിഫലങ്ങൾ, അതുമാത്രം പ്രതീക്ഷിച്ച് ഞാൻ സ്വതക്ക ചെയ്യാൻ വേണ്ടി ആയിരിക്കാം അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം എഴുതിയത് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നൽ അബ്റാറ ലഫീ നഈം, അവർ സുഖത്തിലായിരിക്കുമെന്ന് മാത്രം പറഞ്ഞത്. അത് ദുനിയാവിലുണ്ട്, ബർസഖിലുണ്ട്, ആഖിറത്തിലുണ്ട്. അതുപോലെ തന്നെ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, ഫാജിറുകൾ അവർ ജഹീമിലായിരിക്കും. അല്ലെങ്കിൽ ഒരു ഫാജിറായ മനുഷ്യൻ, അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. പിന്നെ നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്, തെമ്മാടിയായ ഒരാൾ അവൻ ദുരിതത്തിലായിരിക്കും. ജഹീം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തീ ആളിക്കത്തുന്നതിനാണ് ജഹീം എന്ന് പറയാം. അത് കഷ്ടപ്പാടുകൾക്ക് ഉപയോഗിക്കും ജഹീം എന്നുള്ള വാക്ക്. ഒരാൾ അങ്ങേയറ്റത്തെ കഷ്ടപ്പാട് അനുഭവിക്കുന്നതിന് അവൻ ജഹീമിലാണ് എന്ന് പറയാം. അപ്പോൾ ഒരു ഫാജിറായ മനുഷ്യൻ കഷ്ടപ്പാടിലായിരിക്കും. അപ്പോൾ ദുനിയാവിൽ അവർ എത്ര സുഖിയന്മാരായി അഭിനയിച്ചാലും അവരുടെ മനസ്സിൽ സമാധാനം ഉണ്ടാവുകയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ചെയ്യുന്നത് തെറ്റാണോ ഫുജൂറാണോ അതിനുള്ള ശിക്ഷ അവർ ദുനിയാവിൽ തന്നെ അനുഭവിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. യസ്ലൗനഹ, ആ തീയിൽ അവർ കടന്ന് എരിയുന്നതാണ് യൗമദ്ദീൻ, വിചാരണ ദിവസം, പരലോകത്ത് വെച്ച്. ഇവിടെ ദീൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഹിസാബ്, ജസാ എന്നുള്ള അർത്ഥം. അപ്പോൾ ആ നരകം അവർ പരലോകത്ത് അതിൽ കടന്ന് കത്തും, പക്ഷെ ദുനിയാവിൽ തന്നെ അവർ ജഹീമിലായിരിക്കും, അവരുടെ ജീവിതം ജഹീമായിരിക്കും. വമാഹും അൻഹാ ബിഗായിബീൻ, അവർ ആ നരകത്തിൽ നിന്ന് അകലെയായിരിക്കുകയില്ല. ഗായിബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാദർ എന്നതിൻ്റെ വിപരീതം. ആ നരകത്തിൽ നിന്ന് അകന്നു പോവാൻ അവർക്ക് സാധിക്കുകയില്ല. അഥവാ നരകത്തിൽ അവർ ബന്ധിക്കപ്പെട്ട അവസ്ഥയായിരിക്കും, അവർക്ക് മോചനം ഉണ്ടാവുകയില്ല കാഫിറുകളാണെങ്കിൽ എന്നർത്ഥം. വമ അദ്റാക മാ യൗമുദ്ദീൻ, ഇനി പരലോകത്തെക്കുറിച്ച് പറയുകയാണ്. പരലോകത്താണല്ലോ വിചാരണ ദിവസമായിരിക്കും അവർ നരകത്തിൽ പോകുക എന്നാണല്ലോ പറഞ്ഞത്. ആ വിചാരണ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചോദ്യവും എന്ത് ചോദ്യമാണ്? ഉത്തരം അറിയാൻ വേണ്ടിയുള്ള ചോദ്യമാണോ? അല്ല, തഫ്ഹീമിന് വേണ്ടി, ഗൗരവം കാണിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, പിന്നെയും ആവർത്തിച്ച് ചോദിക്കാൻ. വിചാരണയുടെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ, ഒരു നഫ്സും, ഒരാത്മാവും മറ്റൊരാത്മാവിനും ഒന്നും ചെയ്തു കൊടുക്കാത്ത ദിവസം. ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാത്തതെന്നല്ല, ചെയ്യാൻ സാധിക്കാത്തത്. അല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏതാണ് കൂടുതൽ ഗൗരവമുള്ളത്? സാധിക്കാത്തതാണ്. കാരണം ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യാൻ ഒരവസരവുമില്ല. സാധിക്കുമായിരുന്നെങ്കിൽ
നല്ല മനസ്സുള്ളവർ ചെയ്യും, അല്ലാത്തവർ ചെയ്യൂല, അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതൊന്നുമില്ല. ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അന്നത്തെ കാര്യം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അന്ന് ആരെ ശിക്ഷിക്കണം, ആർക്ക് പുറത്തു കൊടുക്കണം, ആരോട് റഹ്മത്ത് ചെയ്യണം, ഇതൊക്കെ അള്ളാഹു തീരുമാനിക്കും. ഇത് ഖുർആനിൽ നിരവധി സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. ദുനിയാവിൽ പലർക്കും ഒരു ആധിപത്യം ഉള്ളതുപോലെയൊക്കെ നമുക്ക് തോന്നും. ദുനിയാവിൽ അള്ളാഹു മനുഷ്യന് അവസരം തന്നിട്ടുണ്ട്. പക്ഷേ പരലോകത്ത് അങ്ങനെ ഒരു സംശയം പോലും ഉണ്ടാവുകയില്ല. മാലികി യൗമിദ്ദീൻ, അന്ന് അധികാരം അള്ളാഹുവിൻ്റേത് മാത്രമാണ്. അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ, ഇന്ന് യഥാർത്ഥത്തിൽ അധികാരം എന്നുള്ളത് അള്ളാഹുവിന് മാത്രമായിരിക്കും. അതുപോലെ അള്ളാഹു തആല ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്ന് അധികാരം? ലില്ലാഹി അൽ വാഹിദിൽ ഖഹാർ എന്ന് പറയും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തൻ്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞത്, യാ ബനി ഹാഷിം അൻഖിദു അൻഫുസകും മിനന്നാർ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തടി നരകത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളുക. ഫഇന്നി ലാ അംലികു ലക്കും മിനല്ലാഹി ഷൈഅ, എനിക്ക് ഒരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്യാനൊന്നും സാധിക്കുകയില്ല. യാ ഫാത്തിമത്തു ബിൻത മുഹമ്മദ് അൻഖിദി നഫ്സകി മിനന്നാർ, നിൻ്റെ തടി നീ കാത്തുകൊള്ളുക. ഫഇന്നി ലാ അംലികു ലക്കി മിനല്ലാഹി ഷൈഅ, എനിക്ക് ഒരു ഉപകാരവും ചെയ്തു തരാൻ സാധിക്കുകയില്ല. പരലോകത്ത് ബന്ധങ്ങളില്ല. വഇദ നുഫിഖ ഫിസ്സൂരി ഫഇദ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും, സൂറിൽ ഊതിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളില്ല. കുടുംബബന്ധമാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ബന്ധങ്ങളെന്ന് പറയുന്നത്. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ രക്തബന്ധങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. ഇത്തഖുല്ലാ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞത് ഇത്തഖുൽ അർഹാം എന്നാണ്. അങ്ങനെയുള്ള ഈ കുടുംബബന്ധം അന്ന് ഫലാ അൻസാബ ബൈനഹും, അന്നില്ല എന്നാണ്. ബന്ധുക്കൾ പരസ്പരം സഹായിക്കൂല എന്നല്ല അള്ളാഹ് പറഞ്ഞത്, ബന്ധം എന്ന് പറയുന്ന സംഭവമേ അന്നില്ല. അപ്പോൾ ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക, അതാണ് ഈ സൂറത്തിൻ്റെ ചുരുക്കം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സൂറത്തുകൾ ഇനി മിക്കവാറും റമദാനിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. റമദാൻ ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ ക്ലാസ് തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.